എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ഞാൻ ഇടുന്ന വീഡിയോ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആരും തന്നെ കാണണ്ട. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ പൗരാവകാശ സംരക്ഷണ സമിതി എന്ന് പറയുന്ന സംഘടനയ്ക്ക് വളരെ നിഷ്പക്ഷതയോടുകൂടി മുന്നോട്ട് പോകാന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ആര് ഭരിച്ചാലും ആര് ഇത് ചെയ്താലും എന്ത് തോന്നിവാസം ഉണ്ടായാലും അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളതിനെ കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയും കൃത്യമായിട്ട് വിലയിരുത്തുകയും അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലയ്ക്കുന്നതിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. ഇതില് ഒരു രാഷ്ട്രീയവും ഇല്ല, പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ കരിവാരിത്തേക്കാൻ ഒന്നും തന്നെ ചെയ്യുന്ന പരിപാടി അല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട് പൗരാവകാശ സംരക്ഷണ സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. നമുക്കറിയാം, ഏതൊരു ഭരണകർത്താക്കളെയും 5 വർഷം ഭരിക്കാനാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. 5 വർഷം ഭരിക്കുക, ഇന്ത്യയുടെ കാര്യങ്ങൾ, ഇന്ത്യയിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സംസ്ഥാനങ്ങളിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2016 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ, 2016 അല്ല 2014 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തില് ഇന്ത്യയിലെ തന്നെ 179 വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങള്, അവരുടെ ഓഹരികള്, അതുപോലെ തന്നെ അവരുടെ എല്ലാ രീതിയിലുള്ള പൊതുമേഖല സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വിറ്റു തുലച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 179 പൊതുമേഖലാ സ്ഥാപനങ്ങള്. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 17 വർഷം ഇന്ത്യ ഭരിച്ചു. ഇന്ത്യ ഭരിക്കുമ്പോൾ പരമാവധി ടാറ്റ ഉൾപ്പെടെയുള്ള വ്യക്തികളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പണിയാണ് ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലയ്ക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അതിലുള്ള ഡ്രോബാക്ക് എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അതില് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുമ്പോൾ നമുക്ക് ജോലിയോ മറ്റുള്ള കാര്യങ്ങളോ ഒരു കോമ്പീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല, മറ്റുള്ള സ്വകാര്യ വ്യക്തികളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതൊരു ഉൽപ്പന്നം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവര് പറയുന്ന വില നിശ്ചയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. മാത്രമല്ല തൊഴിലില്ലായ്മ പരിഹരിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാനുള്ള ഒരു അവകാശം ഇവർക്കില്ല. 4 ലക്ഷം കോടിയിലധികമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ 2014 മുടങ്ങി ഓഹരി മൂലധന കമ്പനികളിൽ നിന്ന് വിറ്റഴിച്ച് ശേഖരിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ കാശ്? 4 ലക്ഷം കോടി രൂപ എന്ത് ചെയ്യാനാണ്? നിങ്ങളൊന്ന് ചിന്തിക്ക്. ഇതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വകാര്യ മേഖലകളുടെ പങ്കാളിത്തം നമുക്ക് വേണ്ടാന്ന് പറയല്ല. ഇന്ത്യ ഒരു മിക്സഡ് ഇക്കോണമിയാണ്. പകുതി സോഷ്യലിസമാണ്, പകുതി ക്യാപിറ്റലിസമാണ്. അപ്പൊ എന്നാൽ സോഷ്യലിസത്തിന്റെ ഒരു അംശം പോലും നമ്മുടെ രാജ്യത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് വലിയൊരു പ്രശ്നമാണ് ശരിക്കും യഥാർത്ഥത്തില്. ഇതിന് പരിപൂർണമായിട്ട് വിറ്റഴിക്കപ്പെടുന്നത് എയർ ഇന്ത്യയാണ്. അതുപോലെ തന്നെ നിലാച്ചൽ ഇസ്പാത് നിഗം ലിമിറ്റഡ്, NINL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് പരിപൂർണമായിട്ടും ഓഹരി മൂലധന കമ്പനികൾക്ക് വിറ്റഴിക്കപ്പെട്ടു. ലാഭത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ വിറ്റ് കാശ് വായിക്കാനുള്ള ഇവർക്ക് എന്താ അവകാശമാണുള്ളത്? നിർഭാഗ്യവശാലും നമ്മുടെ സംസ്ഥാന സർക്കാർ, LDF സർക്കാർ, LDFന്റെ കീഴിൽ പിണറായിയുടെ ഭരണകാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കപ്പെടാനാണ് ചെയ്യുന്നത്. എങ്കിലും ഈ IT കമ്പനികൾക്കൊക്കെ തന്നെ ഒട്ടനവധി സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അവർക്ക് തന്നെ പാട്ടത്തിന് കൊടുക്കാൻ, ടവറുകൾക്കൊക്കെ പാട്ടത്തിന് കൊടുക്കാനും, അതുപോലെ തന്നെ പല കമ്പനികള്, നമ്മുടെ ട്രാൻസ്പോർട്ട് KSRTC ബസ് സ്റ്റാൻഡുകളൊക്കെ തന്നെ പാട്ടത്തിന് പല രീതിയിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്, വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുവലക്കുന്ന ഗുണം ചെയ്യില്ല നമ്മുടെ രാജ്യത്ത്. വിൽക്കാനല്ല ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഭരിക്കാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവർ പറയുന്ന പല മുടന്ന ന്യായങ്ങളും ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ കടൽ തുടങ്ങി കൽക്കരിപ്പാടങ്ങൾ വരെ വിറ്റു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി ഇപ്പൊ ചർച്ച നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓഹരികളുടെ കാര്യമായിട്ട്. ശരിക്കും വിഴിഞ്ഞം തുറമുഖം കടലിന്റെ ഒരു ആവാസ വ്യവസ്ഥ തകിടം മറിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. എത്ര ലാഭം കിട്ടിയാലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയില്ല. എത്ര ലാഭം കിട്ടിക്കോട്ടെ, അതിന്റെ ആ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റിപ്പോയി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിൽക്കണം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ കാത്തു സംരക്ഷിക്കണം. ഇതായിരിക്കണം ഭരണാധികാരിയുടെ ലക്ഷ്യം. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. നിങ്ങൾ പരമാവധി പേര് ഇത് ലൈക്ക് അടിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യണോ എന്നുള്ള നിർദ്ദേശമാണുള്ളത്. കാരണം തുടർന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങൾ ചിന്തിക്കുക, ലാഭത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അത് നമ്മളുടെയാണ്. ശരിക്കും നമ്മളുടെ സ്വന്തം ഓരോ പൗരന്റെയും, ഇന്ത്യയിലുള്ള പൊതുസമൂഹത്തിന്റെയാണ്. അത് വിൽക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഭരണാധികാരികൾക്ക് ഒരു അവകാശമില്ല എന്ന് തിരിച്ചറിയുക. നിങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുക, ശക്തമായിട്ട് പ്രതികരിക്കുക. ഓക്കെ, താങ്ക് യു.